നമസ്കാരം, എല്ലാവർക്കും അലിഗ്ലോ മാത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ പാർട്ട് 2 ആണ്. പാർട്ട് 2. അപ്പോ വളരെ വ്യക്തമായിട്ട് നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തതാണ്. ട്രിഗണോമെട്രിയായിട്ട് ബന്ധപ്പെട്ട കുറെ ബേസിക് കാര്യങ്ങൾ, വളരെ ബേസിക് കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു. പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ അടുത്ത ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഞാൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് കണ്ടാൽ മതി, ഈ പറയുന്ന പാർട്ട് 2. അങ്ങനെ തന്നെയാണ് ഓരോ പാർട്ടും അതിന് മുന്നേയുള്ള പാർട്ടുകൾ കണ്ടതിന് ശേഷം ആ ഒരു അറിവ് നമ്മളിപ്പോ പാർട്ട് 5 പഠിക്കണമെങ്കിൽ പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3ഉം പാർട്ട് 4ഉം നന്നായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം എന്ത് നോക്കിയാൽ മതി, പാർട്ട് 5 നോക്കിയാൽ മതി. അപ്പൊ അതേപോലെ പാർട്ട് 1 നന്നായിട്ട് കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2ലേക്ക് വന്നാൽ മതി. അതിലുള്ള ബേസിക് കാര്യങ്ങൾ പക്ക ഇന്ന് നമ്മൾ നന്നായിട്ട് അറിയണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ബേസിക് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നോട്ടിൽ കുറിച്ചിട്ടുണ്ടാവും. ആ നോട്ടിൽ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ടൊന്ന് ബേസിക് കാര്യങ്ങളൊന്ന് സ്ട്രോങ് ആക്കിയതിനു ശേഷം മാത്രം ഇന്നത്തെ ക്ലാസ് കണ്ടാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഇനി ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചെറിയ 1-2 ബേസിക് കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ 2 വാക്കുകളാണ്. ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പൊ ഒന്നും കൂടെ, ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ശരി, അപ്പൊ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ, ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ സംഭവം നമ്മൾ മലയാളത്തിൽ മേൽക്കോൺ എന്ന് പറയും കേട്ടോ. നമ്മുടെ കുഞ്ഞ് ഈ മലയാളം മീഡിയം ഒക്കെ പഠിക്കുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ മേൽക്കോൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കി തരാമേ. ഞാനിതാ ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ വെറുതെ നോർമൽ ആയിട്ട് ഞാൻ നോക്കുകയാണ്. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുകയാണ്. ഇപ്പോഴുള്ള എന്റെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഒരു നോർമൽ ലൈൻ ഓഫ് സൈറ്റ് അല്ലേ. ഞാൻ വെറുതെ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ നോക്കുന്നു. ഇതെന്താണ്? ഇതെന്റെ നോർമൽ ലൈൻ ഓഫ് സൈറ്റ് ആണ്. നോർമൽ ലൈൻ ഓഫ് സൈറ്റ് ഞാൻ അതിനകത്ത് ഇങ്ങനെ വരച്ചു, നോർമൽ ലൈൻ ഓഫ് സൈറ്റ്. ഞാൻ വെറുതെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കി. എന്റെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്, നോർമൽ ലൈൻ ഓഫ് സൈറ്റ്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാണെങ്കിൽ ഞാൻ ഇങ്ങനെ മേലോട്ട് നോക്കി. ഇപ്പോൾ ഉള്ള എന്റെ ലൈൻ ഓഫ് സൈറ്റ് ഇതാണ്. എന്റെ ലൈൻ ഓഫ് സൈറ്റ് ഇങ്ങനെയാണ്. അപ്പൊ എന്റെ നോർമൽ ലൈൻ ഓഫ് സൈറ്റിനും ഞാൻ ഇപ്പോ നോക്കുന്ന മേലോട്ട് നോക്കുന്ന ലൈൻ ഓഫ് സൈറ്റിനും ഇടയിൽ വരുന്ന ഈ ആംഗിളിനെ നമ്മൾ പറയുന്നതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. ചുരുക്കി പറഞ്ഞ മേലോട്ട് നോക്കിയാൽ അതെന്താണ്, ആംഗിൾ ഓഫ് എലിവേഷൻ ആണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. നോർമലി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആണ്. നോർമൽ ലൈൻ ഓഫ് സൈറ്റ് ഇങ്ങനെയാണ്. ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് താഴോട്ട് നോക്കി. എന്റെ ഇപ്പോഴുള്ള ലൈൻ ഓഫ് സൈറ്റ് താഴോട്ടാണ്. അപ്പോ അതിനെ നമ്മൾ വിളിക്കുന്നത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയും. ആംഗിൾ ഓഫ് ഡിപ്രഷൻ മലയാളത്തിൽ നമ്മൾ അതിനെ കീഴ്കോൺ എന്ന് പറയും. കീഴ്കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നോർമൽ ലൈൻ ഓഫ് സൈറ്റ്. ഞാൻ താഴോട്ട് നോക്കി, എന്റെ ലൈൻ ഓഫ് സൈറ്റ് ഇപ്പൊ താഴോട്ടാണ്. അപ്പോ ഈ പറയുന്ന നോർമൽ ലൈൻ ഓഫ് സൈറ്റിനും ഞാനിപ്പോ താഴോട്ടാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ പറയുന്നതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയും. ആംഗിൾ ഓഫ് ഡിപ്രഷൻ. മേളോട്ട് ആംഗിൾ ഓഫ് എലിവേഷൻ, താഴോട്ട് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. സിമ്പിൾ. അപ്പോ ഈ ഒരു ആംഗിൾ ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിന്റെ അകത്തൊക്കെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സിമ്പിൾ ആണ്, ഒന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. മേളോട്ടാണെങ്കിൽ എലിവേഷൻ, താഴോട്ടാണെങ്കിൽ എന്താണ്, ഡിപ്രഷൻ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നു. ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. A man viewed the top of a tree at an angle of elevation of 30 degrees. The distance between man and the tree is 30 meters. The height of the tree is, അങ്ങനെയാണെങ്കിൽ ട്രീയുടെ ഹൈറ്റ് എത്രയാണ്? അപ്പൊ ഒന്നും കൂടെ, a man viewed the top of a tree at an angle of elevation of 30 degrees. The distance between man and tree is 30 meters. Then what will be the height of tree എന്നാണ്. അപ്പോ ഇത്രയേ ഉള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യൻ ഒരു
ട്രീയുടെ ഒരു മരത്തിന്റെ മേളിലേക്ക് എത്ര ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കി എന്നാ പറഞ്ഞിരിക്കുന്നത്? 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ പറയുന്ന മരവും ഈ പറയുന്ന മനുഷ്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് എത്ര മീറ്റർ എന്നും തന്നിട്ടുണ്ട്? 30 മീറ്ററും തന്നിട്ടുണ്ട് അല്ലെ? 30 മീറ്ററും തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ട്രീയുടെ ഹൈറ്റ് എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ട്രീയുടെ ഹൈറ്റ് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിലെല്ലാം നമ്മൾ ആദ്യം ഈ പറയുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫിഗർ വരയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ഐഡിയ വെച്ചുകൊണ്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? നമ്മൾ ഫിഗർ മാർക്ക് ചെയ്യുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോ ഇങ്ങനെയാണ് ഇവിടെ ഒരു ട്രീ നിൽപ്പുണ്ട്. ട്രീ നിൽപ്പുണ്ട്. ഇനി ഇവിടെ ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്. അപ്പൊ ഒന്നും കൂടെ ഇത് ട്രീ ആണ്. ഇവിടെ മാൻ നിൽപ്പുണ്ട്. ഈ മനുഷ്യൻ ഈ ട്രീയുടെ മേലേക്ക് നോക്കുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 30 ഡിഗ്രി. അപ്പൊ ഒന്നും കൂടെ ഇവിടെ ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്. ഇവിടെയാണ് ട്രീ. ഈ ട്രീയുടെ മേപ്പോട്ട് നോക്കുന്നത് എത്ര ഡിഗ്രിയിലാണ്? 30 ഡിഗ്രിയിലാണ് മേലോട്ട് നോക്കുന്നത്. 30 ഡിഗ്രിയിലാണ്. പോരാഞ്ഞതിന് തന്നിട്ടുണ്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മാൻ ആൻഡ് ട്രീ. അതെത്രയാണ്? അത് 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഈ പറയുന്ന മാനും ട്രീയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 30 മീറ്റർ ആണ്. 30 മീറ്റർ തന്നിട്ടുണ്ട് ആണേ. അപ്പോ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫിഗർ രൂപത്തിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോ ഇവിടെ മനുഷ്യൻ നിൽപ്പുണ്ട്, ഇവിടെ ട്രീ ഉണ്ട്. ട്രീയുടെ മേളിലേക്ക് നോക്കുന്നത് 30 ഡിഗ്രിയിലാണ്. ഈ പറയുന്ന മനുഷ്യനും ട്രീയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് 30 മീറ്ററും തന്നിട്ടുണ്ട്. ആണേ, കുഴപ്പമില്ലല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സെറ്റപ്പ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഒരു മട്ടത്രികോണമാണ് അല്ലെ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഇവിടെ നമുക്ക് എത്ര എന്ന് പറയാം? 90 ഡിഗ്രി എന്ന് പറയാം. ഞാൻ ഇവിടെ പേര് എ എന്ന് കൊടുത്തു, ഇവിടെ ബി എന്ന് കൊടുത്തു, ഇവിടെ സി. പരീക്ഷയ്ക്ക് അങ്ങനെ ഒന്നും കൊടുത്തോണ്ട് നിൽക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇവിടെ എയും ബിയും സി ഒക്കെ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോ ഇതിനകത്ത് നോക്കുമ്പോ ഈ പറയുന്ന കോൺ അല്ലെ, ഈ പറയുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ സി എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഈ പറഞ്ഞ സി ബി എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 30 മീറ്റർ ആണ്. നമുക്ക് എന്തോ കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കണ്ടേ? വാട്ട് ഇസ് ദ ഹൈറ്റ് ഓഫ് ട്രീ എന്നാണ് അല്ലെ? ചുരുക്കി പറഞ്ഞാൽ എ ബി കണ്ടുപിടിക്കണം. ശരി, അപ്പോ ഇത്രയും നമ്മൾ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത് ഇതിനകത്ത് ടാൻ ഉപയോഗിക്കണോ, സൈൻ ഉപയോഗിക്കണോ, കോസ് ഉപയോഗിക്കണോ എന്നുള്ളതാണ് നമ്മുടെ കൺഫ്യൂഷൻ. അപ്പൊ ഒന്നും കൂടെ ഇങ്ങനെയൊക്കെ ഒരു സെറ്റപ്പിൽ നമ്മൾ ചെയ്തു വെച്ചാൽ അടുത്ത് നമ്മളെ മനസ്സിൽ പറഞ്ഞോ ഇതിനകത്ത് എന്ത് ഉപയോഗിക്കും? സൈൻ ഉപയോഗിക്കണോ, അല്ലെങ്കിൽ കോസ് ഉപയോഗിക്കണോ, അല്ലെങ്കിൽ ടാൻ ഉപയോഗിക്കണോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമുക്കിവിടെ തന്നിട്ടുള്ള ആംഗിൾ 30 ഡിഗ്രി. തന്നിട്ടുള്ള ആംഗിൾ ഇതാണ്. ഇനി ഈ ആംഗിൾ സംബന്ധിച്ച് ഇവിടെ ഒരു സൈഡ് തന്നിട്ടുണ്ട് അല്ലെ? ഈ സൈഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആംഗിളിന്റെ കൂടെ ചേർന്ന് കിടക്കുന്ന വശത്തിന് നമ്മൾ അഡ്ജസന്റ് സൈഡ് എന്ന് പറയും. ഇതെന്തായാലും ഹൈപ്പോട്ടനസ് വരുള്ളൂ. അപ്പൊ ഈ ആംഗിളിനോട് ചേർന്ന് നടക്കുന്ന ഈ ഒരു സൈഡിനെ നമ്മൾ പറയുന്നത് അഡ്ജസന്റ് സൈഡ്. അപ്പൊ ഒന്നും കൂടെ നമുക്ക് അഡ്ജസന്റ് സൈഡ് അറിയാം. എന്ത് കണ്ടുപിടിക്കണം? ഇവനെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അപ്പൊ ഒന്നും കൂടെ അഡ്ജസന്റ് സൈഡ് നമുക്കറിയാം എന്നുള്ളത് അഡ്ജസന്റ്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഒന്നും കൂടെ നന്നായിട്ട് അപ്പോ ഈ തന്നിരിക്കുന്ന ആംഗിളിനെ സംബന്ധിച്ച് അഡ്ജസന്റ് സൈഡ് നമുക്കറിയാം, ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം. അഡ്ജസന്റ് അറിയാം, ഓപ്പോസിറ്റ് അറിയാം, ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം. അഡ്ജസന്റ് പറ, ഏതാണ് ട്രിഗണോമെട്രിക് റേഷ്യോ? ടാൻ അല്ലയോ? ടാൻ എന്താ പറയണേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണെന്ന് ടാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഹൈപ്പോട്ടനസ് അങ്ങനെ ഒന്നും തന്നിട്ടില്ല. ഹൈപ്പോട്ടനസ് ഒക്കെ വരണമെങ്കിൽ നമുക്ക് സൈനും കോസും ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ നോക്കേണ്ടത് നമുക്ക് അറിയാവുന്ന സൈഡ് കണ്ടുപിടിക്കേണ്ട സൈഡ്. ഇവന്മാര് തമ്മിൽ കണക്ട് ചെയ്യുന്ന റേഷ്യോ ഏതാണെന്ന് നോക്കിയാൽ. അപ്പൊ ഒന്നും കൂടെ നമുക്ക് അറിയാവുന്നത് ഇത് കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡാണ്. ഓപ്പോസിറ്റും അഡ്ജസന്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടാൻ ആണ്. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ധൈര്യമായിട്ട് അങ്ങ് പറയും ടാൻ 30 ഡിഗ്രി ഈക്വൽ ടു ടാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തമായി പഠിച്ചു ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് ആയ എ ബി ഡിവൈഡ് ബൈ അഡ്ജസന്റ് ആയ എത്ര? അഡ്ജസന്റ് ആയ
30 മീറ്റർ, അഡ്ജസന്റ് ആയ 30 മീറ്റർ. കുഴപ്പമില്ലല്ലോ, അഡ്ജസന്റ് ആയ 30 മീറ്റർ, വേറെ എന്തെങ്കിലും പ്രശ്നമില്ലല്ലോ. ശരി, നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ എ ബി ആണല്ലോ. ഈ എ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം, അല്ലെ? എ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ 30 തൂക്കി പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുപോയിക്കാലോ. ദാറ്റ് ഈസ് എ ബി ഈക്വൽ ടു 30 into tan 30 എന്ന് പറയാം. 30 into tan 30 ഡിഗ്രി സെറ്റ് ആണ്. ദാറ്റ് ഈസ് 30 into tan 30. മനസ്സിൽ വരണം, ബേസ് സ്ട്രോങ് ആയിരിക്കണം. tan 30 ഡിഗ്രി എത്രയാണ്? ദാറ്റ് ഈസ് 1/√3 ആണ്. 1/√3. ഓക്കെ അല്ലേ? ശരി, നമ്മൾ ഇതിനങ്ങ് ചേർത്ത് പറയുമ്പോൾ എങ്ങനെ പറയും? 30/√3 എന്ന് പറയും. 30/√3. താഴെ ഒരു √3 സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മേളിലും താഴെ ഒരു √3 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ, അല്ലെ? മേളിലും ഒരു √3, താഴെ ഒരു √3. കാരണം ഈ താഴെയുള്ള √3 മാറ്റാനാണ്. അപ്പൊ നമ്മൾ ചേർന്ന് പറയുന്നത് 30 into √3 എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർന്ന് പറയും ദാറ്റ് ഈസ് 30√3 ഡിവൈഡഡ് ബൈ √3 into √3 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. √3 into √3 ദാറ്റ് ഈസ് 3 ആണ്. ഇവിടെ ക്യാൻസൽ ചെയ്യാം. 3 ൽ 3 1 ടൈം, 30 ലാണെങ്കിൽ എത്ര ടൈംസ്? 10 ടൈം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടി 10√3 എന്ന് പറഞ്ഞിട്ട്. എടാ, ഓപ്ഷനിൽ നോക്കിയിട്ട് ഐറ്റം കാണാനില്ല, അല്ലെ? 10√3 എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, √3ന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ √3ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മറന്നുപോകരുത്, ദാറ്റ് ഈസ് 1.732 എന്നാണ്. മാറിപ്പോയത്. √3ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1.732. ഞാൻ അങ്ങ് കൊടുക്കുകയാണ്. അപ്പൊ √3യുടെ വാല്യൂ ദാറ്റ് ഈസ് 10 into 1.732. 10 കൊണ്ട് ഇവനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെ, ഒരു സ്ഥാനം അങ്ങ് വലത്തോട്ടങ്ങ് മാറും. നമ്മുടെ ആൻസർ 17.32 മീറ്റർ. സെറ്റ് ഓപ്ഷൻ എ 17.32 മീറ്റർ. ഓക്കെ അല്ലേ? അപ്പോ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ഇതിനകത്ത് നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് ആക്കേണ്ട കാര്യം, ഫിഗർ അത്യാവശ്യം നമുക്ക് വരയ്ക്കാൻ പറ്റും, അല്ലെ? സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റും. നിങ്ങൾ നോക്കേണ്ടത്, നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ടാവും. ആ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുള്ള സൈഡുകൾ നോക്കുക, കണ്ടുപിടിക്കേണ്ട സൈഡൊക്കെ. അത് തമ്മിൽ കണക്ട് ചെയ്യും. കണ്ടുപിടിക്കേണ്ട, അല്ലെ? തന്നിട്ടുള്ള സൈഡും കണ്ടുപിടിക്കേണ്ട സൈഡും തമ്മിലുള്ള ട്രിഗണോമെട്രിക് റേഷ്യോ ഏതാണ് നോക്കാം. അപ്ലൈ ചെയ്യും, അല്ലെ? വാല്യൂസ് സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരി, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എ ലാഡർ ലീനിങ് അഗെയിൻസ്റ്റ് എ വാൾ മേക്സ് ആൻ ആംഗിൾ ഓഫ് 60 degree with the ground if the length of ladder is 10 meter. The distance of feet of ladder from the wall is. Okay, അപ്പൊ പറഞ്ഞിരിക്കുന്നത് a ladder leaning against a wall makes an angle of 60 degree with the ground. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഏണി, അല്ലെ? ഒരു ചുമരിൽ ചാരി വെച്ചിട്ടുണ്ട്. ശരി, അപ്പൊ നമുക്ക് അതിനൊന്ന് ഫിഗർ ഔട്ട് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ചുവരുണ്ട്. ഈ ചുവരിൽ ഒരു ഏണി ഇങ്ങനെ ചാരി വെച്ചിരിപ്പുണ്ട്. ശരി, ഒരു ഏണി ചാരി വെച്ചിട്ടുണ്ട്. അപ്പോ ഇതാണ് ഈ ചുവര്, നമ്മുടെ ചുവർ ഇതാണ് നമ്മുടെ ചുവര്. ലാഡർ ലീഡിംഗ് അഗെയിൻസ്റ്റ് വാൾ ഇതാണ്. അപ്പോ ലാഡർ ഇതാണ് നമ്മുടെ ലാഡർ നമ്മൾ ചുവരിൽ ചാരി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? എ ലാഡർ ലീനിങ് അഗൈൻസ്റ്റ് എ വാൾ മേക്സ് ആംഗിൾ ഓഫ് 60 degree with the ground. അല്ലെ? ഈ പറയുന്ന, അല്ലെ, ഫ്ലോറുമായിട്ട് ഗ്രൗണ്ടുമായിട്ട് അത് എത്ര ഡിഗ്രി മേക്ക് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? 60 degree മേക്ക് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഒരു ഏണി ചാരി വെച്ചിരിപ്പുണ്ട്. ഇത് ഈ പറയുന്ന ഏണി ഗ്രൗണ്ടുമായിട്ട് 60 degree മേക്ക് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. ഗ്രൗണ്ടുമായിട്ട് 60 degree മേക്ക് ചെയ്യും. ഇനി എന്തൊക്കെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇഫ് ദ ലെങ്ത് ഓഫ് ലാഡർ ഈസ് 10 മീറ്റർ. ഈ പറയുന്ന ഏണിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 മീറ്റർ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ ലെങ്ത് ഓഫ് ലാഡർ ഈസ് 10 മീറ്റർ, ഏണിയുടെ ലെങ്ത് 10 മീറ്റർ ആണെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ ഡിസ്റ്റൻസ് ഓഫ് ഫീറ്റ് ഓഫ് ദ ലാഡർ ഫ്രം ദ വാൾ. ഈ ഒരു ഡിസ്റ്റൻസ്, അല്ലെ? ഈ ഏണിയുടെ ഫീറ്റിൽ നിന്ന് ഈ വാളിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ വെറുതെ പേര് കൊടുത്തു ABC. അപ്പോ പറ, കണ്ടുപിടിക്കേണ്ട ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. BC ആ നമുക്ക് കണ്ടുപിടിച്ചു കൊടുക്കേണ്ടത്, അല്ലെ? BC എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? ശരി, ഇനി നമുക്കൊന്ന് എന്താ കണ്ടുപിടിക്കേണ്ടതുള്ള കാര്യം നമ്മൾ കണ്ടുപിടിച്ചു, അല്ലെ? എന്താണ് കണ്ടുപിടിക്കേണ്ടതുള്ള കാര്യം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. BC ആ കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് ഫീറ്റ് ഓഫ് ദ ലാഡർ ഫ്രം ദ വാൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരി,
അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത് തന്നിട്ടുണ്ട് ഒരു ആംഗിൾ എന്തായാലും തരും, ഒരു ആംഗിൾ തന്നിട്ടുണ്ടാവും. ഈ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുപിടിക്കേണ്ടതായതാണ് എന്താണ് ഇതിനെ പറയുന്ന പേര് അഡ്ജസന്റ് സൈഡ് ആണ്. അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കണം. തന്നിട്ടുണ്ട് ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടെ അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കണം ഹൈപ്പോട്ടന്യൂസ്. ഇനി ഇത് ഹൈപ്പോട്ടന്യൂസ് എന്നൊക്കെ എടുക്കാനുള്ള കാരണം എന്താണ്? ഇതായിരിക്കും 90 ഡിഗ്രി അല്ലേ, ഇതല്ലേ ഒരു 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ. അപ്പൊ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടെ എന്താ അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കണം. ഈ 60 ഡിഗ്രി സംബന്ധിച്ച് ചേർന്ന് കിടക്കണം സമീപവശം എന്നൊക്കെ പറയും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്, ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്, അഡ്ജസന്റ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്, ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്, അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കണേ. പറ ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്, അഡ്ജസന്റ്, ഹൈപ്പോട്ടന്യൂസ് അഡ്ജസന്റ്, ഹൈപ്പോട്ടന്യൂസ് അഡ്ജസന്റ്. പറ മനസ്സിലാൽ വരട്ടെ. എന്താണ് ഹൈപ്പോട്ടന്യൂസും അഡ്ജസന്റും തമ്മിൽ വരുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ? ദാറ്റ് ഈസ് കോസ് ആണ്, കോസ് ആണ്. അപ്പൊ ധൈര്യമായിട്ട് നമ്മൾ അങ്ങ് എഴുതും cos 60 degree, cos 60 degree equal to cos 60 degree എന്ന് പറയുന്നത് നമുക്കറിയാം adjacent by hypotenuse. adjacent side ആയ BC, adjacent side ആയ BC divided by hypotenuse ആയ 10 meter, hypotenuse ആയ 10 meter. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം BC അല്ലേ, BC. അപ്പൊ ഞാൻ ഈ 10 ഇങ്ങോട്ട് കൊണ്ടുവരണേ. that is BC equal to 10 into cos 60 degree, 10 into cos 60 degree എന്ന് പറയാം, 10 into cos 60 degree എന്ന് പറയാം. ശരി, അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ cos 60 ഡിഗ്രിയുടെ വാല്യൂ നമ്മുടെ മനസ്സിൽ വരട്ടെ. cos 60 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ദാറ്റ് ഈസ് എന്താണ് 1/2 ആണ്. 1/2 കിട്ടി കഴിഞ്ഞു നമ്മുടെ ആൻസർ. 10 into 1/2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും 5 മീറ്റർ അല്ലെ. 10 ന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 5 മീറ്റർ കിട്ടി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 5 മീറ്റർ എന്ന് പറയാം. അപ്പോ ബേസ് ആണ്, ബേസിക് ആയ കാര്യങ്ങളാണ്. അപ്പൊ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഫിഗർ ഔട്ട് ചെയ്യാൻ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്ത് വെക്കാൻ നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും പറ്റുന്ന തന്നെയാണ്. ഇനി ചെയ്യേണ്ട കാര്യം, ഇനി എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ നമ്മൾ അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൽ കൺഫ്യൂഷൻ വരും. ഏതാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കേണ്ട ട്രിഗണോമെട്രിക് റേഷ്യോ ഏതാണെന്നുള്ളത് സിമ്പിൾ ആയിട്ട് പറയുക. ഏതെങ്കിലും ഒരു സൈഡ് തന്നിരിക്കും, ആ സൈഡ് എന്താണെന്ന് നോക്കുക. കണ്ടുപിടിക്കേണ്ട സൈഡ്, തന്നിട്ടുള്ള സൈഡും കണ്ടുപിടിക്കേണ്ട സൈഡും തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന റിലേഷൻ ഏതാണോ അതങ്ങ് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എ ബോയ് ഈസ് സ്റ്റാൻഡിംഗ് അറ്റ് സം ഡിസ്റ്റൻസ് ഫ്രം എ ഫ്ലാഗ് പോസ്റ്റ്. വെൻ ഹി സീസ് ദ ഫ്ലാഗ്, the angle of elevation formed is 30 degree. If height of flag post is 20√3 meter, the distance of boy from the flag post is. അപ്പൊ ഒന്നും കൂടെ എന്താ പറഞ്ഞിരിക്കുന്നത്? A boy is standing at some distance from a flag post. അപ്പോ ഒരു കൊടിമരം ഉണ്ട്. ഫ്ലാഗ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൊടിമരമാണ്. ഒരു കൊടിമരത്തിൽ നിന്ന് കുറെ ദൂരം മാറി നിൽക്കുന്ന പറഞ്ഞ ഒരു ബോയ് ഒരു കുറെ ദൂരം മാറി നിൽപ്പുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഒന്നും കൂടെ ഒരു കൊടിമരം ഉണ്ട്, ഒരു ഫ്ലാഗ് പോസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതാണ് ഈ ഫ്ലാഗ് പോസ്റ്റ്. ഈ ഫ്ലാഗ് പോസ്റ്റിൽ നിന്ന് മാറി ഒരു ബോയ് ഇവിടെ നിൽപ്പുണ്ട്. ഈ ബോയ് നിൽപ്പുണ്ട്. When he sees the flag എന്ന് പറഞ്ഞപ്പോഴും when he sees the flag at an angle of elevation formed is 30 degree. അപ്പൊ ഈ പൈ എവിടെ നിന്നുകൊണ്ട് മേളിലുള്ള ഫ്ലാഗിലേക്ക് നോക്കിയാണ്. അപ്പൊ ഒന്നും കൂടെ, അപ്പൊ ഇവിടെ ഒരു ഫ്ലാഗ് പോസ്റ്റ് ഉണ്ട്, ഇവിടെ ഒരു ബോയ് നിൽപ്പുണ്ട്. ഇവൻ എന്ത് ചെയ്തു? മേളിൽ നിൽക്കുന്ന ഫ്ലാഗിനെ 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ മേപ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു ഫ്ലാഗ് പോസ്റ്റ്, ഇവിടെ ഒരു ബോയ്, അവൻ എന്ത് ചെയ്തു? മേളിൽ ഫ്ലാഗിനെ ഒരു 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇഫ് ദ ഹൈറ്റ് ഓഫ് ഫ്ലാഗ് പോസ്റ്റ് ഈസ് 20√3, ഫ്ലാഗ് പോസ്റ്റിന്റെ ഹൈറ്റ് 20√3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോ ഫ്ലാഗ് പോസ്റ്റിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 20√3 തന്നിട്ടുണ്ട്. Then what will be the distance of boy from the flag post? What will be the distance of boy from the flag post? ഞാനിവിടെ നൈസായിട്ട് പേരൊക്കെ കൊടുക്കുകയാണ്. ഇതിനെ ABC എന്ന് പറയുന്നു. ഇതിനെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് 90 ഡിഗ്രിയാണ്. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് ഓഫ് ബോയ് ഫ്രം ദ ഫ്ലാഗ് പോസ്റ്റ് എന്നാണ്. ഈ ഒരു ഡിസ്റ്റൻസ് BC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിച്ചു കൊടുക്കേണ്ടത് അപ്പോ നമുക്ക് BC കണ്ടുപിടിക്കണം. ഈ 30 ഡിഗ്രിയെ സംബന്ധിച്ച് ഇതെന്താണ്? ഇതൊരു അഡ്ജസന്റ് സൈഡ് ആണ്. ഈ തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പൊ ഒന്നും കൂടെ 30 ഡിഗ്രിയെ സംബന്ധിച്ച് BC എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡാണ്.
തന്നിട്ടുള്ള സൈഡ്, തന്നിട്ടുള്ള മെഷർമെന്റ് എന്ന് പറയുന്നത് എ ബി, ഇതെന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡാണ്. അഡ്ജസന്റ് അറിയാം, ഓപ്പോസിറ്റ് അറിയാം, അഡ്ജസന്റ് കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റ് അറിയാം, അഡ്ജസന്റ് കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റ് അറിയാം, ഓപ്പോസിറ്റ് അഡ്ജസന്റ്. കിട്ടി. ദാറ്റ് ഈസ് എന്താണ്? ടാൻ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട ട്രിഗണോമെട്രിക് റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്? ടാൻ ആണ്. അപ്പൊ ഓപ്പോസിറ്റും അഡ്ജസന്റും തമ്മിൽ കണക്ട് ചെയ്യാൻ എന്ത് ഉപയോഗിക്കാം? ടാൻ ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ധൈര്യമായിട്ട് പറയും tan 30 degree equal to opposite by adjacent എന്നാണ്. ഓപ്പോസിറ്റ് ആയ 20√3 ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് ആയ BC. നമുക്ക് ആവശ്യം ഈ BC ആണ്. BC തൂക്കിയെടുത്ത് നമുക്ക് ഇവിടെ കൊണ്ടുപോയിക്കാം. BC ഇവിടെ കൊണ്ടുപോയിക്കുമ്പോ BC ഇവിടെ ആയിരിക്കും. BC equal to tan 30 താഴെ വരും. ദാറ്റ് ഈസ് 20√3 ഡിവൈഡഡ് ബൈ tan 30 ഡിഗ്രി എന്നാണ്. tan 30 ഡിഗ്രി ഓക്കെ ആണോ? BC ഇങ്ങ് വന്നു, tan 30 ഇങ്ങ് വന്നു അല്ലെ? അങ്ങോട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മ്യൂച്വൽ ആയിട്ട് അങ്ങോട്ട് വീണ്ടും മാറ്റി. BC ഇവിടെ കൊണ്ടുവച്ചു, tan ഇങ്ങ് കൊണ്ടുവച്ചു. ഇനി നമ്മുടെ വാല്യൂസ് നന്നായിട്ട് നമ്മൾ അറിയണം. tan 30 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 1/√3 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം 20√3 ഡിവൈഡഡ് ബൈ 1/√3 എന്നാണ്. 20√3 ഡിവൈഡഡ് ബൈ 1/√3. ഒരു നമ്പറിന്റെ കീഴിൽ ഒരു ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? താഴെയുള്ള ഫ്രാക്ഷനെ മറിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ റെസിപ്രോക്കൽ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെ ചെയ്യും? 20√3 ഇൻറ്റു ഇവൻ തിരിഞ്ഞു വരുമ്പോ √3/1 എന്ന് വരും, √3/1 എന്ന് വരും. √3/1 ഇനി ചേർന്നങ്ങ് പറയാം, താഴെ 1 കാര്യമില്ലല്ലോ. ദാറ്റ് ഈസ് 20 ഇൻറ്റു √3 നമ്മൾ പഠിച്ചതാണ്. ദാറ്റ് ഈസ് 3 ആണ്. 20 ഇൻറ്റു 3 കിട്ടി, നമുക്ക് കിട്ടി, നിങ്ങളുടെ മനസ്സിലും വന്ന് കാണും. ദാറ്റ് ഈസ് 60 മീറ്റർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 60 മീറ്റർ എന്ന് പറയാൻ. അപ്പൊ തമ്മിൽ കണക്ട് ചെയ്ത് പിടിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് വേറെ കൺഫ്യൂഷൻ വരരുത്. ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ വേറെ കൺഫ്യൂഷനും വരരുത്. നമ്മൾ ടാൻ ആണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ കാരണം എന്താണ്? നമുക്കറിയാന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ്. കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? അഡ്ജസന്റ് ആണ്. അപ്പൊ ഓപ്പോസിറ്റും അഡ്ജസന്റ് സൈഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ ഏതാണെന്ന് നോക്കിയാൽ മതി. ബാക്കി കാൽക്കുലേഷൻ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കൊടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. The angle of elevation of a ladder leaning against a wall is 45 degree. The foot of the ladder is 4√2 meter away from wall. The length of ladder is, what will be the length of ladder? ഇത് RRB NTPC 2021 വന്ന ക്വസ്റ്റ്യൻ ആണ്. RRB NTPC വന്ന ക്വസ്റ്റ്യൻ ആണ്. കണ്ട ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് വന്നത്. അപ്പോ എങ്ങനെ പറയാം? The angle of elevation of a ladder leaning against a wall is 45 degree. അപ്പോ ഇവിടെ ഒരു വാളുണ്ട്, വോളിൽ ഒരു ലാഡർ ചാരി വെച്ചിരിപ്പുണ്ട്, ഏണിയുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 90 ഡിഗ്രി എന്ന് പറയാം. ഇവിടെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സൈറ്റ് ഒന്നുമില്ലല്ലോ, ഇതായിരിക്കും ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ അത് എത്രയായിരിക്കും? 45 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഞാൻ ഇതിന് പേര് കൊടുത്തു, ABC എന്നൊക്കെ പറഞ്ഞു പേര് കൊടുത്തു. Then the foot of ladder is 4√2 meter away from the wall എന്നാണ്. അപ്പൊ ഫുട്ട് ഓഫ് ലാഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലേ, ലാഡറിന്റെ ഫുട്ട് ഇവിടെ ഇല്ലേ, ഈ വാളിൽ നിന്ന് എത്ര അകലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 4√2 മീറ്റർ. അപ്പോ BC എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4√2 മീറ്റർ ആണ്. അപ്പൊ ഓക്കെ. അപ്പൊ തന്നിട്ടുള്ള ആംഗിൾ ഇതാണ്. ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എന്താണ്? അഡ്ജസന്റ് സൈഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് what is the length of ladder എന്നല്ലേ, അതായത് ഈ AC ആ കണ്ടുപിടിക്കേണ്ടത് AC ആണ്. തന്നിട്ടുള്ള അഡ്ജസന്റ്, കണ്ടുപിടിക്കേണ്ട ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഒന്നും കൂടെ, തന്നിട്ടുള്ളത് അഡ്ജസന്റ് സൈഡ്, കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോ അഡ്ജസന്റും ഹൈപ്പോട്ടന്യൂസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ യെസ് ദാറ്റ് ഈസ് കോസ് ആണ്. കോസ് അല്ലേ? അപ്പൊ നമുക്ക് പറയാം cos 45 ഡിഗ്രി ഈക്വൽ ടു, നമ്മൾ കോസ് എങ്ങനെയാ പറയുന്നത്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നല്ലേ. അഡ്ജസന്റ് സൈഡ് ആയ BC ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയ AC. അപ്പൊ വീണ്ടും ഒന്നും കൂടെ പറയാം, ദാറ്റ് ഈസ് cos 45 ഡിഗ്രി ഈക്വൽ ടു BC തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 4√2 എന്ന് തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ AC തന്നിട്ടില്ല. AC കണ്ടുപിടിക്കണം. നേരത്തെ ക്വസ്റ്റ്യനിലുള്ള പോലെ ഞാൻ എന്ത് ചെയ്തു? AC ഇങ്ങോട്ടും cos 45 ഡിഗ്രി താഴെയും കൊണ്ടുവച്ചു. That is AC equal to 4√2
ഡിവൈഡഡ് ബൈ ഈ കോസ് 45 താഴെ വരും അല്ലെ, കോസ് 45 എന്ന് തന്നെ എഴുതാം. കോസ് 45 ഡിഗ്രി ദാറ്റ് ഈസ് 4√2 ഡിവൈഡഡ് ബൈ കോസ് 45 വാല്യൂ വരട്ടെ, മനസ്സിൽ വരട്ടെ, ദാറ്റ് ഈസ് 1/√2 ആണ്. 1/√2 ഡിവൈഡഡ് ബൈ 1/√2. ഒരു നമ്പറിന്റെ താപ്പോട്ട് ഒരു ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? താഴെ ഉള്ളതിന് നമ്മൾ ഇത് മറിച്ചിട്ട് മൾട്ടിപ്ലൈ അല്ലെ, മറിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെ ഇരിക്കും? 4√2 into √2/1 അല്ലെ, √2/1 √2 ഡിവൈഡഡ് ബൈ 1. ഇവിടെ ചേർത്ത് പറയുമ്പോൾ 4 into √2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2 ആണ് അല്ലെ. √2 into √2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 4 into 2 നമുക്ക് കിട്ടി, നിങ്ങൾക്കും പലർക്കും കിട്ടി കാണും. ദാറ്റ് ഈസ് 8 മീറ്റർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 8 മീറ്റർ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് മനസ്സിലായാലാണ് ഇത് വലിയ സംഭവമായിട്ട് തോന്നണില്ല അല്ലെ, വലിയൊരു സംഭവമായിട്ട് തോന്നുന്നില്ല. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഈ പറയുന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന വാല്യൂസിന്റെ ഒക്കെ പ്രാധാന്യം നിങ്ങൾക്ക് എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂസ് അറിയാതെ നമുക്ക് ഈ കൈക്കകത്ത് വന്ന സാധനം പോകാന്നൊക്കെ പറയില്ലേ, അങ്ങനെ പോകാനുള്ള ഇടവരരുത്. വാല്യൂസ് എല്ലാം നല്ല സെറ്റായിട്ടങ്ങ് പഠിച്ചെടുത്തോണം. വേറെ സംഭവമൊന്നുമില്ല, സിമ്പിൾ ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. From the top of a platform of 7 meter height, the elevation of angle of a tower which is 47 meter in height is 30 degree. From the top of a platform of 7 meter height, the elevation of angle of tower which is 47 meter in height is 30 degree. How far is the tower located from the platform? Okay. ഇത് RRB ഗ്രൂപ്പ് ഡി 2018 വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഫിഗർ ആക്കി മാറ്റാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയാം. ഫ്രം ദ ടോപ്പ് ഓഫ് എ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ എന്തായാലും എന്താണ്? ഒരു ഉയർന്ന സംഭവമാണ് അല്ലെ. ഫ്രം ദ ടോപ്പ് ഓഫ് എ പ്ലാറ്റ്ഫോം, ഞാൻ ഈ പ്ലാറ്റ്ഫോമിന്റെ ഹൈറ്റ് അവർ തന്നിട്ടുണ്ട്. എത്ര മീറ്റർ എന്നാ പറഞ്ഞിരിക്കുന്നത്? ഫ്രം ദ ടോപ്പ് ഓഫ് എ പ്ലാറ്റ്ഫോം ഓഫ് 7 മീറ്റർ ഹൈറ്റ്. അപ്പൊ പ്ലാറ്റ്ഫോമിന്റെ ഹൈറ്റ് 7 മീറ്റർ ആണ്. ദ എലിവേഷൻ ഓഫ് എ ടവർ വിച്ച് ഈസ് 47 മീറ്റർ ഇൻ ഹൈറ്റ്. അപ്പൊ ഇവിടെ ഒരു ടവർ ഉണ്ട്. ടവറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്? 47 മീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ പറയുന്ന ടവറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്? 47 മീറ്റർ തന്നിട്ടുണ്ട്. ഇനി പോരാഞ്ഞതിന് എലിവേഷൻ എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്? 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. 30 ഡിഗ്രി. അപ്പോ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എലിവേഷൻ നമ്മൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യോ. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫ്രം ദ ടോപ്പ് ഓഫ് ദ പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോമിന്റെ ടോപ്പിൽ നിന്ന്, ഫ്രം ദ ടോപ്പ് ഓഫ് എ പ്ലാറ്റ്ഫോം 7 അല്ലെ, ഈ 7 മീറ്റർ ഉയരമുള്ള ഈ പ്ലാറ്റ്ഫോമിന്റെ ടോപ്പിൽ നിന്നും ഉള്ള എലിവേഷൻ, അതായത് ഇവിടെ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ ടോപ്പിൽ നിന്ന് നമ്മൾ മേപ്പോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഇനി വളരെ ശ്രദ്ധിക്കണം, ഇവിടെ ആംഗിൾ എങ്ങനെ മേക്ക് ചെയ്യും? അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നോർമൽ അല്ലെ, നമ്മുടെ നോർമൽ ലൈൻ ഓഫ് സൈറ്റിൽ നിന്നുള്ള ആംഗിൾ ആണ്, അല്ലെ ഈ നോർമൽ ലൈൻ ഓഫ് സൈറ്റിൽ നിന്നുള്ള ആംഗിൾ ആണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നോർമൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുമ്പോൾ നോർമൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നോർമൽ ലൈൻ ഓഫ് സൈറ്റ്. ഇതിൽ നിന്ന് നമ്മൾ എത്ര ഡിഗ്രി മേലോട്ട് നോക്കുന്നു? 30 ഡിഗ്രി നമ്മൾ മേപ്പോട്ട് നോക്കുന്നു. ഓക്കെ ആണോ? അപ്പൊ അവിടെ ആംഗിൾ ഓഫ് എലിവേഷൻ മാർക്ക് ചെയ്യുമ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങ് ചേർത്തങ്ങ് മാർക്ക് ചെയ്ത് കളയരുത്. അപ്പൊ എപ്പോഴും നമ്മുടെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ അല്ലെ, നമ്മൾ സാധാരണ തറയിൽ നോക്കുമ്പോൾ നോർമൽ ഇതായിരിക്കും അല്ലെ. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇവിടുത്തെ നോർമൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രൗണ്ട് തന്നെ ആയിരിക്കും. അവിടെ നമ്മൾ എത്ര മാത്രം നമ്മൾ മേലോട്ട് നോക്കുന്നു എന്നുള്ള കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രം ദ ടോപ്പ് ഓഫ് ദ ടവർ, ഈ ടവറിൽ നിന്ന് നമ്മൾ മേപ്പോട്ട് അപ്പുറത്ത് അല്ലെ, ഈ പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ മേളിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് നോക്കുന്നു? ടവറിന്റെ മേളിലോട്ടാണ് നോക്കുന്നത്. അപ്പോ ഇവിടെ ഉണ്ടാകുന്ന നോർമൽ എന്ന് പറഞ്ഞാൽ നോർമൽ ലൈൻ ഓഫ് സൈറ്റ് ഇതാണ്. അത് എത്രമാത്രം ഡിഗ്രി മേളിലോട്ട് നോക്കുന്നു എന്നുള്ള കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ആണേ, ശരി. അപ്പോ ഇവിടെ ഉള്ളത് 30 ഡിഗ്രിയാണ്.
അപ്പോ ഈ പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ ഹൈറ്റ് 7 മീറ്റർ ആണ്. ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 47 മീറ്റർ ആണ്. 47 മീറ്റർ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഫാർ ഈസ് ദ ടവർ ലൊക്കേറ്റഡ് ഫ്രം ദ പ്ലാറ്റ്ഫോം? ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന പ്ലാറ്റ്ഫോമും ടവറും തമ്മിലുള്ള അകലം എത്ര എന്നാണ്. ശരി, ഞാൻ ഇവിടെ ഓരോന്നായിട്ടൊക്കെ പേരൊക്കെ ഇട്ടുകൊടുത്ത് മാർക്ക് ചെയ്യുന്നു. ഇവിടെ എ എന്നും, ഇവിടെ ബി എന്നും, ഇവിടെ സി എന്നും, ഇവിടെ ഡി എന്നും, ഇവിടെ ഞാൻ ഇ എന്നൊക്കെ ഇട്ട് മാർക്ക് ചെയ്ത് വിളിച്ചു. അപ്പോ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഡി സിയുടെ ലെങ്തും ഇ ബി കേട്ടോ, ഇ ബി എന്ന് പറയുന്ന ഈ ഒരു നീളവും എന്താണ്? സെയിം ആണ് അല്ലെ? ഇത് തന്നെയല്ലേ ഇങ്ങോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു നീളം എന്താണ്? സെയിം ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഒരു അകലമാണ്. ഒന്നുകിൽ ഡി സി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇ ബി കണ്ടുപിടിച്ചാലും മതി. ഓക്കെ അല്ലേ? അപ്പോ ഹൗ ഫാർ ദ ടവർ ലൊക്കേറ്റഡ് ഫ്രം ദ പ്ലാറ്റ്ഫോം അല്ലെ? ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിന് ടവർ എത്ര അകലത്തിലാണ് എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇ ബി കണ്ടുപിടിച്ചു കൊടുത്താൽ മതി. ഇ ബി എന്ന് പറയുന്ന നീളം കണ്ടുപിടിച്ചു കൊടുത്താൽ മതി. ആണേ, കുഴപ്പമില്ലല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ നൈസായിട്ട് പറ. നമ്മൾ ഇപ്പൊ എടുക്കുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അത് എ ഇ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ മാത്രമാണ്. അപ്പോ നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്നതായി ഇത് എ ഇ ബി എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ മാത്രമാണ്. എ ഇ ബി എന്ന് പറയുന്ന ആ ഒരു ട്രയാങ്കിൾ മാത്രമാണ്. അപ്പൊ ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി എന്നറിയാം. എ മുതൽ സി വരെ 47 ആണ് അല്ലെ? ഇതിൽ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 7 അല്ലെ? ഇത് 7 ആണെങ്കിൽ ഇത് ഒന്നായിരിക്കും 7 ആയിരിക്കും. അപ്പൊ ഇത് 7 ആണെങ്കിൽ ഇത് കണ്ടോ ഒരേ ഹൈറ്റ് ആണ്. അപ്പോ ഇവിടെ ഇതും ഒന്നായിരിക്കും 7 ആയിരിക്കും. ഇനി പറ, ഇത് മുതൽ ഇതുവരെ 47, ഇത്രയും അതിൽ 7 ആണ്. അങ്ങനെയാണെങ്കിൽ എ മുതൽ ബി വരെ എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ അത് 40 മീറ്റർ ആണ്. സമ്മതിച്ചൂടെ? അപ്പൊ ഒന്നും കൂടെ, എ മുതൽ സി വരെ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ അത് 47 മീറ്റർ ആണ്. അതിനകത്ത് ഇത്രയും 7 മീറ്റർ ആണ്. ഇത്രയും 7 മീറ്റർ ആണ്. അപ്പൊ മൊത്തം 47 നീ 7 കുറച്ചാൽ മതി. ഇത്രയും കിട്ടും. എത്രയാണ്? 40 ആണ്. നമുക്ക് കാണേണ്ട കാര്യം ഇ ബി ആണ്. ഈ ഒരു അകലമാണ് നമുക്ക് കാണേണ്ട സാധനം അല്ലെ? നമുക്ക് കാണേണ്ടത് ഈ ഒരു അകലം അല്ലെ? ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ നമുക്ക് കാണേണ്ടത്? ശരി, നൈസായിട്ട് പറഞ്ഞു തരാം. ഈ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ച് ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അറിയാം, അഡ്ജസന്റ് കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റ് അറിയാം, അഡ്ജസന്റ് കണ്ടുപിടിക്കണം. ഏത് ഉപയോഗിക്കും? ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ ഉപയോഗിക്കും? ടാൻ അല്ലാതെ വേറെ എന്ത് ഉപയോഗിക്കാം അല്ലേ? നമുക്ക് അറിയാവുന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, കണ്ടുപിടിക്കേണ്ടതാണ് അഡ്ജസന്റ് അല്ലെ? ഈ പറഞ്ഞ 30 ഡിഗ്രിയെ സംബന്ധിച്ച് അറിയാവുന്നുള്ളത് ഓപ്പോസിറ്റ് ആണ്, കണ്ടുപിടിക്കേണ്ടതാണ് അഡ്ജസന്റ്. അപ്പൊ ഓപ്പോസിറ്റ് അറിയാം, അഡ്ജസന്റ് കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റ് അഡ്ജസന്റ് തമ്മിലുള്ള റിലേഷൻ ദാറ്റ് ഈസ് ടാൻ. നമുക്ക് പറയാം ടാൻ 30 ഡിഗ്രി ഈക്വൽ ടു ടാൻ എങ്ങനെ പറയും? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്നല്ലേ? ഓപ്പോസിറ്റ് ആയ 40 ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് ആയ ഇ ബി. നൈസായിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ആവശ്യം ഈ ഇ ബി ആണ്. ഇ ബി ഇങ്ങോട്ട് കൊണ്ടുപോകും, ടാൻ 30 താഴെ കൊണ്ടുപോകും അല്ലെ? That is EB equal to 40 divided by tan 30 degree. 40 divided by tan 30 degree. വീണ്ടും നൈസായിട്ട് പറ, 40 divided by tan 30 എന്ന് പറഞ്ഞാൽ മനസ്സിൽ വരണം വാല്യൂസ്. That is 1/√3 ആണ്. 1/√3. ശരി, ഞാൻ എപ്പോഴും പറഞ്ഞ കുറെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു ഒരു നമ്പർ ഡിവൈഡഡ് ബൈ ഒരു ഫ്രാക്ഷൻ. ഒരു നമ്പർ ഡിവൈഡഡ് ബൈ ഒരു ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? താഴെയുള്ള ഫ്രാക്ഷനെ തിരിച്ചിട്ട് കുടിച്ചു കൊടുത്താൽ മതി അല്ലെ? തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ ഇരിക്കും. 40 into √3/1 കിട്ടി. 40 into √3. നമ്മുടെ ആൻസർ 40√3 മീറ്റർ. എന്താണ്? ഇ ബി എന്ന് പറഞ്ഞാൽ ഹൗ ഫാർ ഈസ് എ ടവർ ലൊക്കേറ്റഡ് ഫ്രം ദ പ്ലാറ്റ്ഫോം? ഈ പ്ലാറ്റ്ഫോം ഇത് ടവർ എത്ര അകലത്തിലാണ്? ദാറ്റ് ഈസ് 40√3. സെറ്റ് ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 40√3. സിമ്പിൾ അല്ലേ? സംഭവം നമ്മൾ ആ ഒരു ഫിഗർ നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കുക. കണ്ടുപിടിക്കേണ്ട കാര്യം ഏതൊക്കെ സൈഡുകൾ നമുക്ക് അറിയാം അല്ലെ? അറിയാമെന്നുള്ളത് തന്നിട്ടുള്ളത് തമ്മിൽ വെച്ചാൽ കാശ് നമ്മുടെ ആൻസറായി. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. From the top of a platform 18 meters high, the elevation angle of top of the tower is 30 degree. If the platform is located 75√3 meters away from the tower, then what is the height of tower? ശരി,
അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് നന്നായിട്ട് ഒന്ന് വായിച്ചു വരാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫ്രം ദ ടോപ്പ് ഓഫ് എ പ്ലാറ്റ്ഫോം 18 meters high, ഫ്രം ദ ടോപ്പ് ഓഫ് പ്ലാറ്റ്ഫോം 80 meters high, the elevation angle of top of the tower is 30 degree. Top of the tower is 30 degree. ഓക്കെ, അപ്പോ ഒരു പ്ലാറ്റ്ഫോം തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. പ്ലാറ്റ്ഫോമിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയായിരുന്നു? 18 meter എന്നാ പറഞ്ഞിരിക്കുന്നത് ആണേ. അപ്പൊ ഒന്നും കൂടെ, ഒരു പ്ലാറ്റ്ഫോമിന്റെ ഹൈറ്റ് 18 meter ആണ്. അവിടെ നിന്നുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ഒരു ടവർ നോക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഫ്രം ദ ടോപ്പ് ഓഫ് എ പ്ലാറ്റ്ഫോം 18 meters ഹൈ, ദ എലിവേഷൻ ആംഗിൾ ഓഫ് ടോപ്പ് ഓഫ് ദ ടവർ, അപ്പുറത്ത് നിൽക്കുന്ന ടവറിന് നമ്മൾ നോക്കുന്നത് എത്ര ഡിഗ്രിയില്ല? 30 degree എലിവേഷൻ. അപ്പൊ എന്തായാലും മേലോട്ടല്ല എലിവേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോ ഈ പറഞ്ഞ ടവർ ഞാൻ മാർക്ക് ചെയ്തു. അപ്പൊ ഓക്കെ ആണോ? അപ്പൊ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്പുറത്തേക്ക് ടവറിലേക്ക് നോക്കുന്നു. എത്ര ഡിഗ്രിയിൽ നോക്കി? 30 degree. അറിയാതെ പോലും ഇത്രയും മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഒരു നോർമൽ ലൈൻ ഓഫ് സൈറ്റ് വരയ്ക്കണം അല്ലെ. തറയിൽ നിന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ കുറച്ച് പൊങ്ങി നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ലൈൻ ഓഫ് സൈറ്റ് വരച്ചു. ഈ ലൈൻ ഓഫ് സൈറ്റ് അല്ലെ, നോർമൽ ആയിട്ടുള്ള ലൈൻ ഓഫ് സൈറ്റ് എത്ര ഡിഗ്രി മേലോട്ട് പോകുന്നു? അപ്പൊ ഇവിടെ മേക്ക് ചെയ്ത ആംഗിൾ ആണ് എത്ര? 30 degree. ഓക്കെ, ഇനി അടുത്തെന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇഫ് ദ പ്ലാറ്റ്ഫോം ഈസ് ലൊക്കേറ്റഡ് 75√3 meter away from the tower. അപ്പോ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോം ടവറിൽ നിന്ന് എത്ര മാറി നിൽക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്? 75√3 മാറി നിൽപ്പുണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 75√3 ആണ്. അപ്പൊ ഒന്നും കൂടെ, ഈ പറയുന്ന ടവറും പ്ലാറ്റ്ഫോമും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇഫ് ദ പ്ലാറ്റ്ഫോം ഈസ് ലൊക്കേറ്റഡ് 75√3 meters away from the tower, അതായത് ഇവന്മാര് തമ്മിലുള്ള, ഈ ടവറും പ്ലാറ്റ്ഫോമും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് 75√3 ആണ്. 75√3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താ? വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ടവർ? ഈ പറയുന്ന ടവറിന്റെ ഹൈറ്റ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ടവറിന്റെ ഹൈറ്റ് എത്ര എന്ന് കണ്ടുപിടിക്കണം. ശരി, അപ്പൊ നൈസായിട്ട് നമുക്ക് ഇതിനകത്ത് പേരൊക്കെ കൊടുക്കാം. ഞാൻ പേരൊക്കെ കൊടുക്കുകയാണെ. അപ്പൊ പേര് കൊടുക്കുമ്പോ ഞാൻ ഇവിടെ ABCDE. ശരി, അപ്പൊ നമുക്ക് പറഞ്ഞു വരാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം ഈ AC എന്ന് പറയുന്ന ആ ഒരു നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. AC എന്ന് പറയുന്ന ആ ഒരു അകലമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ, ആ ഒരു ഡിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം, ED എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിന്റെ ഹൈറ്റ് 18 ആണെങ്കിൽ ഈ പറയുന്ന BC അതും എത്ര തന്നെയായിരിക്കും? അതും 18 meter ആയിരിക്കും. അതും 18 meter ആണ്. ഇതും 18 meter ആണ്. സംശയം ഉണ്ടോ? അതും 18 meter ആയിരിക്കും. അപ്പൊ ഒന്നും കൂടെ, ഈ ഒരു ഹൈറ്റ് 18 ആണോ? ഇവിടെയും 18. ഇതൊരു ഹൈറ്റ് 18 ആണോ? ഇത് 18. മാത്രമല്ല ഈ ഒരു അകലം, ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാ? 75√3 അല്ലേ? അങ്ങനെയാണെങ്കിൽ EB യും എത്ര തന്നെയായിരിക്കും? EB എന്ന് പറയുന്ന ഡിസ്റ്റൻസും 75√3 തന്നെയായിരിക്കും. 75√3 തന്നെയായിരിക്കും. ഇത്രയും കാര്യങ്ങൾ സെറ്റാണ്. അപ്പൊ നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്തു. അതിൽ നിന്ന് 2 കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ ബ്ലൂ ലെറ്ററിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് 18 ആണെങ്കിൽ ഇതും 18 തന്നെയാണ്. ഇത് 75√3 ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസും എന്ത് തന്നെയായിരിക്കും? 75√3 തന്നെയായിരിക്കും അല്ലെ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ടവറിന്റെ ഹൈറ്റ് കാണുന്നതാണ്. നമുക്കറിയാം ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എന്താണ്? 18 meter ആണെന്ന് അറിയാം. ഇനി ഇതും കൂടെ അങ്ങ് കണ്ടുപിടിച്ച് കൂട്ടി കൊടുത്താൽ പോരെ? ഹൈറ്റ് ആയില്ലേ? അപ്പൊ ഒന്നും കൂടെ, ഇത് മുതൽ ഇതുവരെ നമുക്കറിയാം ദാറ്റ് ഈസ് 18 meter ആണ്. ഇനി ഈ ഒരു ഡിസ്റ്റൻസും കൂടെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? എന്നോട് ആഡ് ചെയ്ത് പറഞ്ഞാൽ പോരെ? AC എന്ന് പറയുന്ന ഹൈറ്റ് കിട്ടും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം ഈ AB എന്ന് പറയുന്ന ഹൈറ്റ് ആണ്. ഇനി പറ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെ. ABE എന്ന് പറയുന്നത്, ABE എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഈ 30 ഡിഗ്രിയെ സംബന്ധിച്ച് നമുക്ക് അഡ്ജസന്റ് സൈഡ് അറിയാം അല്ലെ. ഈ 30 ഡിഗ്രിയുടെ അല്ലെ ഹൈപ്പോട്ടന്യൂസ് അല്ലാതെ ചേർന്നിരിക്കുന്ന സൈഡ് അല്ലെ. ഈ 30 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അറിയാം, ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അഡ്ജസന്റ് അറിയാം, ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം. അഡ്ജസന്റ് അറിയാം, ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം. അഡ്ജസന്റ് ഓപ്പോസിറ്റ് എന്തായിരിക്കും? ടാൻ ഉറപ്പിച്ചു എന്ന് കണ്ടുപിടിച്ചാൽ മതി. ടാൻ ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് അല്ലെ. അഡ്ജസന്റ് ഓപ്പോസിറ്റ് നമ്മളുടെ റിലേഷൻ അല്ലേ. അപ്പൊ പറ, ടാൻ 30 ഡിഗ്രി ഈക്വൽ ടു ടാൻ എങ്ങനെ പറയും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്നല്ലേ. ഓപ്പോസിറ്റ് ആയ AB ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആയ അഡ്ജസന്റ് സൈഡിന്റെ നീളം എത്രയാ? 75√3. നമുക്ക് ആവശ്യം AB അല്ലേ. ഇവനെ തൂക്കിയെടുത്ത് വെച്ചാൽ പോലെ. ദാറ്റ് ഈസ് AB
AB equal to tan 30 degree into 75 root 3 എന്നാണ്. into 75 root 3. നൈസ് ആയിട്ട് പറ. tan 30 മനസ്സിലുണ്ടോ? ഇപ്പം നമ്മൾ രണ്ടോ പ്രാവശ്യം പറഞ്ഞു tan 30 എന്ന് പറഞ്ഞാൽ that is 1/√3 ആണ്. 1/√3 into 75 root 3. 75 root 3. ഈ റൂട്ട് 3 ക്യാൻസൽ ആയി പോയി. നമുക്ക് കിട്ടി 75. അവിടെ ഒരു ഓപ്ഷൻ സി ചിരിച്ചോണ്ട് ഇപ്പോണ്ട്. നമ്മുടെ ആൻസർ അതല്ല അല്ലേ? ഈ പറയുന്ന 75 എന്ന് പറഞ്ഞാൽ വെറും എ ബി മാത്രമാണ്. എ മുതൽ ബി വരെയാണ് 75. നമുക്ക് കാണേണ്ട കാര്യം എന്താണ്? then what is the height of tower? എ മുതൽ സി വരെ വേണം. അപ്പോ ഹൈറ്റ് ഓഫ് ടവർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തമ്മിൽ ചേർന്ന് ഇത് മുതൽ ഇതുവരെയുള്ള 75 അല്ലെ, ഇത് മുതൽ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചു, that is 75 ആണ് അല്ലെ. ആ 75 പ്ലസ് 18, 75 പ്ലസ് 18, 75, 85 നമുക്ക് കിട്ടി 93 മീറ്റർ. 93 മീറ്റർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 93 മീറ്റർ എന്ന് പറഞ്ഞു. 93 മീറ്റർ. സിമ്പിൾ അല്ലേ? അപ്പോ തൊട്ട് മുന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. 2 RRB ഗ്രൂപ്പ് ഡി 2018 വന്ന സെയിം ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ചെറിയ എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെ, ആ ആംഗിൾ പോലും 30 ഡിഗ്രി തന്നെയാണ് അല്ലെ. ചെറിയ മാറ്റമാണ്. എല്ലാവർക്കും നന്നായി മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അഥവാ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കണ്ടുകൊടുക്കാം, സെറ്റ് ആവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ഫ്രം ദ ടോപ്പ് ഓഫ് ദ സ്റ്റേജ് ദ എലിവേഷൻ ആംഗിൾ ഓഫ് top of the tower at a distance of 50√3 meter is 30 degree. If the height of the tower is 60 meter, what will be the height of the stage? What will be the height of the stage? ശരി, അപ്പോ ഫ്രം ദ ടോപ്പ് ഓഫ് ദ സ്റ്റേജ്, അപ്പൊ ഒരു സ്റ്റേജിന്റെ മുകളിൽ നിന്ന് അപ്പുറത്തേക്കുള്ള ഒരു ടവർ നോക്കുന്ന കഥയാ പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഫ്രം ദ ടോപ്പ് ഓഫ് ദ സ്റ്റേജ്, അപ്പൊ ഞാനൊരു സ്റ്റേജ് വരച്ച്, അപ്പൊ ഒരു സ്റ്റേജ് ഉണ്ട്. ഈ സ്റ്റേജിന്റെ മേളിൽ നിന്ന് അപ്പുറത്തൊരു ടവറിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കണമെന്നാ പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ, ഒരു സ്റ്റേജ് ഉണ്ട്. ഈ സ്റ്റേജിൽ നിന്ന് മേളോട്ട് നോക്കണം. ഏതോ ഒരു ടവറിന്റെ മേളോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നു ആണേ. ശരി, അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? From the top of the stage of elevation of angle of top of the tower at a distance എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ടവറും സ്റ്റേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്? ദാറ്റ് ഈസ് 50√3 എന്ന് പറഞ്ഞിട്ടുണ്ട്. 50√3 മീറ്റർ. ഇനി ഇവിടെയുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയെന്നും പറഞ്ഞിട്ടുണ്ട്? 30 ഡിഗ്രി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സെന്റൻസ് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കി. എന്താ പറഞ്ഞിരിക്കുന്നത്? From the top of the stage, the elevation of angle of top of the tower at a distance of 50 meter. അല്ലെ, ഇവിടെ നിന്നുകൊണ്ട് 50 മീറ്റർ അകലെയുള്ള ടവറിന്റെ മേപ്പോട്ടുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി എന്നാണ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് സെന്റൻസ്. ഒന്നും കൂടെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വായിച്ചു നോക്കിയാണ്. എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഒരു 50√3 മീറ്ററിന്റെ അപ്പുറത്തേക്കുന്ന ഒരു ടവറിന്റെ മേലോട്ടുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് സെന്റൻസ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ ഹൈറ്റ് ഓഫ് ടവർ ഈസ് 60 മീറ്റർ, ഈ ടവറിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് മുതൽ ഇതുവരെ എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 60 മീറ്റർ. ഇത് മുതൽ ഇതുവരെയും 60 മീറ്റർ എന്നാ പറഞ്ഞിരിക്കുന്നത്. 60 മീറ്റർ. ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ 60 മീറ്റർ ആണ്. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് ദ സ്റ്റേജ് എന്നാണ്. കണ്ടുപിടിക്കണം. വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് ദ സ്റ്റേജ്. ശരി, എങ്ങനെ കണ്ടുപിടിക്കും? വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് സ്റ്റേജ് എന്ന് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ശരി, അപ്പോ ഇവിടെ നമുക്ക് ഇതറിയാം അല്ലെ. ഇതറിയാൻ വേണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം അല്ലെ. ഈ ഒരു ഡിസ്റ്റൻസിനെ ഈ ടോട്ടൽ 60 സബ്ട്രാക്ട് ചെയ്ത് കൊടുത്താൽ അല്ലെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നും കൂടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഈ പറയണം അല്ലെ. വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് ദ സ്റ്റേജ് എന്നാണ്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതും സെയിം ആണ് അല്ലെ. അതായത് ടോട്ടൽ ഈ 60 നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെ, ഈ പറയുന്ന ഡിസ്റ്റൻസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ ഒന്നും കൂടെ, ഇത് മുതൽ ഇതുവരെയുള്ള 60 നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതായത് ഈ പറയുന്ന സ്റ്റേജിന്റെ ഹൈറ്റ് നമുക്ക് കിട്ടും. ഓക്കെ ആണോ? നന്നായിട്ട് മനസ്സിലാക്കി. ശരി, അപ്പൊ ഞാൻ നേരത്തെ പോലെ ഞാൻ പേരുകളൊക്കെ കൊടുക്കുകയാണ്. പേരുകൾ കൊടുക്കുമ്പോൾ ഞാൻ ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ സി, ഇവിടെ ഡി, ഇവിടെ ഇ എന്നൊക്കെ പറയും. ഓക്കെ,
ശരി, അപ്പോ ഇതിനകത്ത് വീണ്ടും ഞാൻ പറയുന്നു ABE എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, അല്ലെ? ഇവിടെ ഒരു 90 ഡിഗ്രി വരും, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ AB എന്ന് പറയുന്ന നീളം, അല്ലെ? ഈ AB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. AB ആ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ AB കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു ട്രയാംഗിളിനെ സംബന്ധിച്ച് എന്തറിയാം? 30 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അറിയാം, അല്ലെ? 30 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അറിയാം. ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം. അഡ്ജസന്റ് അറിയാം, ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം. അഡ്ജസന്റ് ഓപ്പോസിറ്റ് തമ്മിലുള്ള റിലേഷൻ ഏതാ? ടാൻ ആണ്. നമ്മൾ ഉപയോഗിക്കേണ്ട ട്രിഗണോമെട്രിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ ടാൻ ആണ്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പറയാം tan 30 ഡിഗ്രി, tan 30 ഡിഗ്രി, tan 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്നാണ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അപ്പോ tan 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്നല്ലേ? ഓപ്പോസിറ്റ് ആയ AB, ഓപ്പോസിറ്റ് ആയ AB ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആയ 50√3, 50√3. നമുക്ക് ആവശ്യം AB അല്ലേ? ഇവരെ കൊണ്ട് ഇങ്ങ് വെക്കാലോ. ദാറ്റ് ഈസ് AB ഈക്വൽ ടു tan 30 ഡിഗ്രി, tan 30 ഡിഗ്രി ഇൻറ്റു 50√3 എന്നാണ്. ഇൻറ്റു 50√3. നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ് tan 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1/√3 ഇൻറ്റു 50√3. ഈ √3 പോയി. നമുക്ക് കിട്ടി AB എന്ന് പറഞ്ഞാൽ 50 മീറ്റർ എന്ന് പറഞ്ഞിട്ട്. എന്താ സാധനം? AB എന്ന് പറഞ്ഞാൽ 50 മീറ്റർ. ചുരുക്കി പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെ ഉള്ളത് നമുക്ക് കിട്ടി 50 മീറ്റർ ആണ്. ഇത് മുതൽ ഇതുവരെ 50 മീറ്റർ അല്ലേ? AB എന്ന് പറഞ്ഞാൽ 50 മീറ്റർ ആണ്. 50 മീറ്റർ ആണ്. AB എന്ന് പറഞ്ഞാൽ 50 മീറ്റർ ആണ്. ടോട്ടൽ A മുതൽ C വരെ 60. അപ്പൊ ഒന്നും കൂടെ A മുതൽ C വരെ 60. അതിനകത്ത് A മുതൽ B വരെ 50 ആണ്. അപ്പൊ B മുതൽ C വരെ എത്ര ആയിരിക്കണം? 10 മീറ്റർ അല്ലേ? അപ്പൊ മൊത്തം ഇത് മുതൽ ഇതുവരെ 60 ആണ്, ഇത്രയും 50 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും 10 അല്ലേ? ഇത് 10 ആണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? 10 തന്നെയാണ്. അതായത് വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, ഹൈറ്റ് ഓഫ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയും ഈ ഒരു അകലം തന്നെയല്ലേ? ഇതിനല്ലേ ഹൈറ്റ് ഓഫ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 10 മീറ്റർ നമുക്ക് കിട്ടും. സിമ്പിൾ ആയിട്ട് നമ്മൾ പറയും ഓപ്ഷൻ ബി 10 മീറ്റർ എന്ന് പറയാം. 10 മീറ്റർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പടിപടിയായിട്ട് നമ്മൾ കയറി വരുന്നുണ്ട്, അല്ലെ? നമ്മള് ബേസ് ആദ്യത്തെ ക്ലാസ്സിൽ കുറച്ച് സ്ട്രോങ് ആക്കി ആ ബേസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പതുക്കെ നമ്മൾ കയറി വരുന്നുണ്ട്. RRB ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. An observer 1.5 meter tall is standing 28.5 meter away at the same level as the foot of a tower. If angle of elevation of observer watching the top of tower is 45 degree, what is the height of the tower? What will be the height of tower? Okay, ഇത് RRB NTPC 2021 വന്ന ക്വസ്റ്റ്യൻ ആണ്. RRB NTPC ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കൊന്ന് വായിച്ചു വരാം. എന്താ പറഞ്ഞിരിക്കുന്നത്? An observer 1.5 മീറ്റർ ടോൾ. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് മുന്നേക്കാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഒരു ബോയ് നിന്ന് ഒരു ഫ്ലാഗ് പോസ്റ്റിന്റെ മേളിലേക്ക് നോക്കി ഇങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഇവിടെ എന്താണ് ഈ പറയുന്ന ഒബ്സർവറിന്റെ അല്ലെങ്കിൽ ഈ ബോയിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പേഴ്സണിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്? 1.5. അപ്പൊ നമ്മൾ ഇനി ഹൈറ്റ് പ്രത്യേകം ക്വസ്റ്റ്യനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസറിനകത്ത് നമ്മൾ എന്തുകൂടെ കൺസിഡർ ചെയ്യണം? നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അയാളുടെ ഹൈറ്റും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ പറയുന്ന ആളിന്റെ ഹൈറ്റും കൂടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം 1.5 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾ 1.5 ഇത് 1.5 മീറ്റർ ആണ്. 1.5 മീറ്റർ ഹൈറ്റ് ഉള്ള ആള് അപ്പുറത്ത് നിൽക്കുന്ന ടവറിലെ ടവറിന്റെ മേപ്പോട്ട് നോക്കി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ടവറിന്റെ മേളോട്ട് നോക്കി. എങ്ങനെയാണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്? എത്ര തന്നിട്ടുണ്ടായിരുന്നു? അത് 45 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 45 ഡിഗ്രി ആണ്. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആണ്. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ an observer 1.5 meter tall is standing 28.5 meter away at the same level എന്നൊക്കെ വെറുതെ പറഞ്ഞിരിക്കുന്നതാണ്. ഒരേ ലെവൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. എത്ര മീറ്റർ അകലെയാണ്? 28.5 meter away from the foot of a tower എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എന്താണ്? 28.5 ആയിരിക്കും. 28.5. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 28.5.
ഇത് 28.5 ആണെങ്കിൽ ഇതും എന്ത് തന്നെ 28.5 തന്നെയാണ് 28.5 തന്നെയാണ്. ഓക്കെ അല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ടവർ എന്നല്ലേ? ശരി, ഞാൻ നേരത്തെ ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫിഗറിന് പേരൊക്കെ കൊടുക്കുന്നു. പേര് കൊടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ എ എന്നും ഇത് ബി എന്നും ഇത് സി എന്നും ഇത് ഡി എന്നും ഇത് ഇ എന്നൊക്കെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി പറ, ഈ പറയുന്ന ട്രയാങ്കിളിനെ സംബന്ധിച്ച് എ ബി ഇ എന്ന് പറയുന്ന ട്രയാങ്കിളിനെ സംബന്ധിച്ച് നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 45 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന സൈഡ് നമ്മൾ പറയുന്നത് എന്താണ്? അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് അറിയാം, ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാം. ഇതും കൂടെ ഇത് 1.5 ആണെങ്കിൽ ഇവിടെ ഈ ഒരു ഗ്യാപ്പ് അല്ലെ, ഈ പറയുന്ന ഗ്യാപ്പ് 1.5 ആണെങ്കിൽ ഈ പറയുന്ന ഗ്യാപ്പ് എന്ത് തന്നെയാണ്? ബി സി എന്ന് പറയുന്നത് 1.5 തന്നെയാണ്. അപ്പൊ ഈ ഒരു ഹൈറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റായി. ആ ഒരു ഹൈറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം എന്തെന്ന് പറയാം, ഈ പറയുന്ന ടവറിന്റെ ഹൈറ്റ് കിട്ടും അല്ലെ? ടവറിന്റെ ഹൈറ്റ് എ സി എന്ന് പറയുന്നത് ഈ ഒരു ലെങ്തും കൂടെ ആഡ് ചെയ്താൽ പോലെ നമുക്ക് ഹൈറ്റ് ഓഫ് ടവർ കിട്ടും. ഇനി അപ്പൊ നമുക്കിവിടെ 45 ഡിഗ്രി ആണ്, ഇത് 28.5 ആണ്. ഇവിടെ എത്ര ഡിഗ്രി എന്ന് പറയാം? 90 ഡിഗ്രി എന്ന് പറയാം. 90 ഡിഗ്രി. ശരി, നമ്മൾ പഠിച്ചതനുസരിച്ച് നമുക്ക് അഡ്ജസന്റ് അറിയാം, ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം. അഡ്ജസന്റ് അറിയാം, ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം. അഡ്ജസന്റ് അറിയാം, അഡ്ജസന്റ് ഓപ്പോസിറ്റ് എന്ന് പറയും? ടാൻ അല്ലേ? ദാറ്റ് ഈസ് ടാൻ 45 ഡിഗ്രി. ടാൻ 45 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്നല്ലേ? ദാറ്റ് ഈസ് എ ബി ബൈ അഡ്ജസന്റ് ആയ 28.5. നമുക്ക് ആവശ്യം എ ബി അല്ലേ? ടാൻ 45 ഡിഗ്രി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1 ആണ് അല്ലേ? നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് പറയാം. ദാറ്റ് ഈസ് എ ബി ഈക്വൽ ടു ടാൻ 45 ഡിഗ്രി ഇൻറ്റു 28.5 എന്നാണ്. ടാൻ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 28.5 നമുക്ക് കിട്ടി. എ ബി എന്ന് പറഞ്ഞാൽ 28.5. ചുരുക്കി പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് പറയാം 28.5 എന്ന് നമ്മളിപ്പോ കണ്ടുപിടിച്ചു. നമുക്ക് ആവശ്യം എന്താണ്? വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ടവർ എന്നല്ലേ? ടവറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എ മുതൽ സി വരെ പറയണം അല്ലെ? എ മുതൽ സി വരെ ഉള്ളതാണ് ടവറിന്റെ ഹൈറ്റ്. അപ്പോൾ ടവറിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ എ സി എന്ന് പറഞ്ഞാൽ 28.5 പ്ലസ് ഈ ഒരു 1.5 കൂടെ ചേരുമ്പോ സെറ്റായിട്ട് കിട്ടി 30 മീറ്റർ. നമ്മുടെ ആൻസർ 30 മീറ്റർ. ഓപ്ഷൻ എ 30 മീറ്റർ എന്ന് പറയാം. 30 മീറ്റർ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ കുറച്ചെങ്കിലും അത്യാവശ്യം ബേസ് ഉള്ളവർ, അത്യാവശ്യം കുറെയൊക്കെ നല്ല നോളജ് ഉള്ളവരാണെങ്കിൽ ഇവിടെ ഇത് വേറെ എന്തൊക്കെയോ വഴിയിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നമ്മുടെ മനസ്സിൽ വരും. അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. ഞാൻ തൽക്കാലം എഴുതുന്നില്ല, തൽക്കാലം പറഞ്ഞു വിടാൻ പോവാം. ഇതിനകത്ത് വേറൊരു എളുപ്പ വഴികളുണ്ട്. നമ്മളിപ്പോ ട്രിഗണോമെട്രി ഒരു നൈസായിട്ട് ഒരു വഴിയിൽ കൂടെ നമ്മളിങ്ങനെ പറഞ്ഞു വരുന്നു. വേറൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ നോക്കി, എ ബി ഇ എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ട്. ഇതിനകത്ത് ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഇതും 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ, ഈ ആംഗിൾ എന്തായാലും 45 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അപ്പോ സ്വാഭാവികമായിട്ടും തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് അത് 45. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ചിലർക്കെങ്കിലും ഓർമ്മ കാണുമായിരിക്കും. ഒരു ട്രയാങ്കിൾ ആംഗിൾസ് 45, 90 വന്നു കഴിഞ്ഞാൽ 45, 90 വന്നു കഴിഞ്ഞാൽ അതിലുള്ള സൈഡ്സിന്റെ റേഷ്യോ 1:1:√2 എന്നാണ്. 1:1:√2 എന്നാണ്. പോരാഞ്ഞതിന് 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് സെയിം ആയിരിക്കും. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞെന്താണ്? 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഈ 45ക്ക് ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡും ഈ 45ക്ക് ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡും സെയിം ആയിരിക്കും. അതുകൊണ്ട് ഒറ്റയടിക്ക് നമുക്ക് ഇവിടെ അങ്ങ് പറയാം 28.5. അതിന്റെ കൂടെ ഈ ലെങ്തും കൂടെ ആഡ് ചെയ്ത് പറയുമ്പോൾ നമ്മുടെ ആൻസർ തരും. സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, എന്തായാലും ഞാൻ ട്രിഗണോമെട്രി വെച്ച് തന്നെയാണ് ഇപ്പൊ പറഞ്ഞു പോകുന്നത്. നമ്മളൊരു വഴിക്ക് അങ്ങ് പഠിച്ചു പോകുന്നതുകൊണ്ട് ഇത് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. നൈസായിട്ട് അത് അറിയാവുന്നവർക്ക്, അത്യാവശ്യം ബേസ് ആ ഒരു രീതിയിൽ ബേസ് സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് ആ ഒരു മെത്തേഡിലൂടെ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം, നിങ്ങൾക്ക് ഏതാണോ മനസ്സിലായത് അതാണ് ഉപയോഗിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ആൻ ഒബ്സർവർ 1.5 meter tall is 24.5 meter away from a 26 meter high tower. The angle of elevation of top of the tower from the eye of observer is. Okay. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഈ പറയുന്ന ലെങ്ത് കണ്ടുപിടിക്കാനൊക്കെയാണ്. ഇവിടെ ആംഗിൾ ഓഫ് എലിവേഷൻ സിമ്പിൾ ആയിട്ട് ചെയ്തു വരാൻ പറ്റും. ആംഗിൾ ഓഫ് എലിവേഷൻ കണ്ടുപിടിക്കാനാ പറയുന്നത്, ആംഗിൾ കണ്ടുപിടിക്കാനാ പറയുന്നത്. ശരി. An observer
1.5 meter tall is 24.5 meter away from 26 meter high tower എന്നാ പറയുന്നത്. അപ്പൊ ഒബ്സർവറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലെ, തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത പോലെ ഈ പറയുന്ന ഒബ്സർവറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1.5 മീറ്റർ. അപ്പുറത്തൊരു ടവർ ഉണ്ട് അല്ലെ, ടവർ ഉണ്ട്. ഈ പറയുന്ന ടവറിന്റെ മേലേക്ക് ഈ ഒബ്സർവർ നോക്കുന്നു. ഈ പറയുന്ന ഒബ്സർവറും ടവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എത്രയാ, 24.5 മീറ്റർ അവേ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, 24.5 മീറ്റർ. ഇത് 24.5 മീറ്റർ ആണെങ്കിൽ ഇതും എന്ത് തന്നെ ആയിരിക്കും, 24.5 മീറ്റർ ആയിരിക്കും. ഇത് 1.5 ആണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും, 1.5 ആയിരിക്കും. ഇനി ഈ ആംഗിൾ ഓഫ് എലിവേഷനാ കണ്ടുപിടിക്കേണ്ടത് അല്ലെ, ആംഗിൾ ഓഫ് എലിവേഷനാ കണ്ടുപിടിക്കേണ്ടത്. ഇനി വേറെന്താ പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്ന ഹൈറ്റ് അല്ലെ, ടവറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്, ഇത് മുതൽ ഇതുവരെ 26 തന്നിട്ടുണ്ട് അല്ലെ, ഇത് മുതൽ ഇതുവരെ 26 ആണ്. അപ്പൊ ഇത്രയായിരിക്കും, അത് 24.5 മീറ്റർ ആയിരിക്കും അല്ലെ. ഇത് മുതൽ ഇതുവരെ എത്രയാണ്, 26 ആണ്. അതിൽ ഇത്രയും 1.5 ആണെങ്കിൽ ഇത് മുതൽ ഇത് എത്രയായിരിക്കും, 24.5 ആയിരിക്കും. ഞാൻ വെറുതെ പേരൊക്കെ കൊടുക്കുകയാണ്, എ ബി സി ഡി ഇ എന്നൊക്കെ പറഞ്ഞ് പേര് കൊടുത്തു. ശരി, എന്ത് പറയാൻ പറ്റും? അപ്പോ നമുക്ക് ഇവിടെ ഈ പറയുന്ന ആംഗിൾ ഓഫ് എലിവേഷനാ കണ്ടുപിടിക്കേണ്ടത്, ഈ പറയുന്ന ആംഗിളാ കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ സംബന്ധിച്ച് അഡ്ജസന്റും അറിയാം, ഓപ്പോസിറ്റും അറിയാം, അഡ്ജസന്റും അറിയാം, ഓപ്പോസിറ്റും അറിയാം, അഡ്ജസന്റും അറിയാം, ഓപ്പോസിറ്റും അറിയാം അല്ലേ. അപ്പൊ നമുക്ക് പറയാം, ഞാൻ ഈ ആംഗിളിന് തീറ്റ ഡിഗ്രി എന്ന് പറഞ്ഞെടുത്താൽ അല്ലെ, തീറ്റയെ കണ്ടുപിടിക്കേണ്ടത് ടാൻ തീറ്റ ഡിഗ്രി അല്ലെങ്കിൽ ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് ആയ 24.5 ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് ആയ 24.5. ഇത് രണ്ടും വെട്ടിപ്പോയിട്ട് നമുക്ക് കിട്ടി 1 എന്ന് പറയാൻ കിട്ടി. ശ്രദ്ധിച്ചു നോക്കണേ, ടാൻ തീറ്റ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കിട്ടി. ടാൻ തീറ്റ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കിട്ടി. അതിന്റെ അർത്ഥം തീറ്റ എത്രയായിരിക്കും, ടാനിന്റെ ഏത് വാല്യൂവിനാ നമുക്ക് 1 കിട്ടുന്നത്, ടാൻ 45 ഡിഗ്രിയാണ്. ടാൻ 45 ഡിഗ്രിയാണ്. അതായത് നമുക്ക് പറയാം, ഇവിടെ വരേണ്ടിയ തീറ്റ എന്ന് പറഞ്ഞാൽ അതെന്തേ വരാൻ പാടുള്ളൂ, 45 ഡിഗ്രി. ശരിക്കും പറയാം, ഈ തീറ്റയിലെ കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 45 ഡിഗ്രി. അതായത് നമ്മൾ ഉറപ്പിച്ചു നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 45 ഡിഗ്രി. സിമ്പിൾ അല്ലേ. അപ്പോ ഇവിടെ 1.5 തന്നിട്ടുണ്ട്, ഈ ഒരു അകലം 24.5 തന്നിട്ടുണ്ട്, ഇത് 1.5 ആണ്. ഇത് മുതൽ ഇതുവരെ ടവറിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 26 മീറ്റർ ആണ്. അതിനകത്ത് ഇത്രയും 1.5, അപ്പൊ ഇത്രയും 26 1.5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇത് മുതൽ എ മുതൽ ബി വരെ എന്ന് പറഞ്ഞാൽ 24.5 മീറ്റർ ആണ്. ഇത് 24.5, ഇത് 24.5. ഇത് തീറ്റ അല്ലേ. നമുക്കറിയാം ഓപ്പോസിറ്റും അഡ്ജസന്റും അറിയാം, ഇവിടെ രണ്ടും അറിയാം. അപ്പൊ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. നമുക്ക് ചെയ്തപ്പോ 1 എന്ന് പറയാൻ കിട്ടി. ടാൻ തീറ്റ 1 ആണെങ്കിൽ തീറ്റയുടെ ഏത് വാല്യൂവേ 1 വരുള്ളൂ, 45 ഡിഗ്രി എന്ന് പറയുന്ന വാല്യൂവേ 1 വരുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്, 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് മനസ്സിലായി എന്നാണ് എന്റെ വിശ്വാസം. മനസ്സിലായി കാണും, എന്തായാലും മനസ്സിലായി കാണും, നന്നായിട്ട് മനസ്സിലായി കാണും. അപ്പോ ഉറപ്പായിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ഇന്നത്തത് ചെറിയ രീതിയിൽ നമുക്ക് എന്താ ബേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, നമ്മുടെ ബേസിക് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം, നിങ്ങൾ ചെയ്തു നോക്കണം. ഈ പറയുന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ പക്ക കണ്ടിന്യൂഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അപ്ലൈ ചെയ്തത് അല്ലെ. പുതുതായിട്ട് നമ്മൾ അങ്ങനെ ബേസിക് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ ആദ്യം ആംഗിൾ ഓഫ് എലിവേഷൻ എന്താണെന്നുള്ളതും ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അതിലും നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. ഇനി ആംഗിൾ ഓഫ് ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇനി ഒരാള് ഒരു നദിയുടെ കരയിൽ നിന്ന് ഒരു മരത്തിന്, നദിയുടെ അക്കരക്കരയിൽ നിൽക്കുന്ന ഒരു മരത്തിന് 30 ഡിഗ്രിയിൽ നോക്കി, കുറച്ചുകൂടെ ബാക്കിലോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ അത് 45 ഡിഗ്രിയിൽ നോക്കി. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നദിയുടെ ലെങ്ത് എത്ര, അങ്ങനെ ഒരാൾ നീങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും ഒക്കെ മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വരുന്ന ക്ലാസ്സിൽ പാർട്ട് 3 നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. ഓക്കെ അല്ലേ. അപ്പോ കഴിഞ്ഞ ക്ലാസ് സെറ്റ് ആണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സും സെറ്റാണ്, ഇന്നത്തെ ക്ലാസ് സെറ്റ് ആണെങ്കിൽ അടുത്ത ക്ലാസ്സും സെറ്റാണ്. അപ്പൊ അത് കഴിയുമ്പോൾ പാർട്ട് 3 കഴിയുമ്പോൾ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ, കുറെ നമ്മൾ +1 +2 ഒക്കെ സയൻസ് പഠിച്ചവരാണെങ്കിൽ അറിയാം, നമ്മൾ കുറെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു. അതൊക്കെ നമുക്ക് നൈസായിട്ട് പതുക്കെ നൈസായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് ഓരോന്നായിട്ട് നമുക്ക് അങ്ങ് കയറി പോവാം. ഓക്കെ അല്ലേ. അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞത്തെ ക്ലാസ്
നന്നായിട്ട് മനസ്സിലായെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക്, നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർക്ക് പ്രയോജനം ചെയ്യുമെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ഈ പറയുന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക. ഓക്കെ അല്ലേ? അപ്പോ പാർട്ട് 3 നമുക്ക് കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.